ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അവസ്ഥ എന്താവും? ഇതൊന്നും പറഞ്ഞു തരുമോ? ഗാഥ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. കൃഷ്ണയോട് കാര്യങ്ങൾ മുഴുവൻ നമ്മൾ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അതിനെ അവള് മാറ്റം വരുത്തിയ? സംഭവിച്ചതൊക്കെ സംഭവിച്ചു. നവീൻ അവള് വിട്ടുതരില്ലെന്ന് മമ്മി എന്നോട് പറയും. അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ എന്നോട് ദേഷ്യപ്പെടും. എന്റെ മുന്നിൽ വെച്ച് അവളെ, ആ കുപ്പത്തൊട്ടിയിൽ നിന്നും വന്നവളെ അത്ഭുത ശക്തിയുള്ളവളെന്ന് വിശേഷിപ്പിക്കും. മമ്മിക്ക് ഒരു പ്രശ്നവുമില്ല, പക്ഷേ എനിക്ക് പ്രശ്നമുണ്ട്. ഇതെങ്ങനെയാ മറികടക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനെനിക്ക് മമ്മിയുടെ ഒരു സഹായവും ആവശ്യമില്ല. ഗാഥമോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കേക്കില്ല. ഈ കാര്യത്തിൽ മമ്മി പറയുന്ന ഒരു വാക്കും ഞാൻ കേക്കില്ല. എന്റെ ലൈഫ് ഞാൻ തന്നെ പൊരുതി നേടിയെടുക്കണമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് ഞാൻ ചെയ്തോളാം. മമ്മി അവളെ പുകഴ്ത്തിക്കോ, വേണമെങ്കിൽ എന്റെ സ്ഥാനം കൂടി അവൾക്ക് കൊടുത്തോ. ബട്ട് ഗാന്ധിയെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞ ഞാൻ അവളെ മനസ്സിലാക്കേണ്ടത്? ഇറങ്ങി പുറപ്പെടുന്നത് കൃഷ്ണയ്ക്ക് നേർക്കാണെങ്കിലും കാത്തിരിക്കുന്ന വലിയ ദുരന്തങ്ങളല്ലേ. ഇത് മനസ്സിലാക്കാനുള്ള ബോധം കൂടി ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? മാം, തൽക്കാലം ചെയ്തു പോയ തെറ്റ് മറികടക്കാൻ വേണ്ടി ഗാഥ മാഡം അങ്ങനെ പറയുന്നതാവും. എനിക്ക് മടുത്തു സിനി, എനിക്ക് ശരിക്കും മടുത്തു. എത്ര നാളെന്ന് വെച്ചാ ഈ വേവെന്ന തീയിൽ ഞാനിങ്ങനെ നിൽക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് അവസാനിച്ചാ മതിയായിരുന്നു. എന്തു പറ്റും മോളെ? ഒന്നുമില്ലമ്മേ. ചെറിയ പനിയുണ്ടല്ലോ. അതൊന്നും സാരമില്ല. അങ്ങനെ പറഞ്ഞാലോ? ഒരു കാര്യം ചെയ്, ആദ്യം മോള് ഭക്ഷണം കഴിക്കേ. അമ്മ മുത്തശ്ശിയോട് ചോദിക്കട്ടെ. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടമ്മേ. എനിക്ക് വല്ലാത്തൊരു തലവേദന പോലെ. കുറച്ചൊന്ന് ഉറങ്ങിയാൽ മതി. അമ്മേ, മോൾക്ക് കഴിക്കാനൊന്നും വേണ്ടെന്നാ പറയുന്നേ. പനിക്കോളം ഉണ്ട്. മോളെ, ശരീരം വേദനിക്കോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല മുത്തശ്ശി, വളരെ തണുപ്പ് തോന്നുന്ന പോലെ. കുറച്ച് കിടന്നാ മാറിക്കോളും. കാവില് നടന്ന സംഭവം കണ്ടു പേടിച്ചതാ, വേറൊന്നുമല്ല. അമ്മേ, ഡോക്ടറെ വിളിക്കാൻ പറ്റോ? വ്രതം നടക്കുന്നതിനിടയിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അങ്ങനെ വന്നാലും പ്രാർത്ഥനയും പൂജയുമായിട്ട് മുന്നോട്ടു പോകണമെന്നാ പൂജാരി പറഞ്ഞിരിക്കുന്നത്. പിന്നെ മോക്കൊട്ടും വയ്യെങ്കില് ഞാൻ കുറച്ചേരം കിടക്കട്ടെ, അപ്പൊ ശരിയായിക്കോളും. എന്നാ മോള് കിടന്നു.